ഇന്ന് കൊടുക്കാനുള്ള പച്ചക്കറിയുടെ ഓർഡർ കിട്ടിയിട്ടുള്ളത് നമ്മൾ തൊട്ടടുത്തുള്ള മിൽക്ക് സൊസൈറ്റി ഉണ്ട്, കുന്നമ്പറ്റ മിൽക്ക് സൊസൈറ്റി. അവിടുത്തെ ജീവനക്കാർ വന്ന് ഓർഡർ ആട്ടോ. അപ്പോൾ നമുക്ക് കൊടുക്കാനുള്ള പച്ചക്കറികളൊക്കെ ഒന്ന് കാണിച്ചു തരാം. കയ്യിലിരിക്കുന്നത് കെയിലാട്ടോ, കുറച്ച് കെയിലുണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് പറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ക്യാബേജ്, ഇവിടെ തൊട്ടടുത്ത് വഴുതനയൊക്കെ നല്ല വലുപ്പമുള്ള വഴുതന ഉണ്ട് കേട്ടോ. കയ്പ ചെറുതും ഉണ്ട്, മീഡിയനും ഉണ്ട്, അത്യാവശ്യം വലുപ്പം എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള കയ്പകളാണ്. പച്ചമുളകൊക്കെ നമ്മൾ വീഡിയോ കാണിച്ച അതേ ക്വാളിറ്റിയിൽ എപ്പോഴും ഉണ്ട് പച്ചമുളക്, നല്ല നീളത്തിലുള്ള പച്ചമുളക് തന്നെ കേട്ടോ. പിന്നെ കുറച്ച് നമ്മൾ ബ്രക്കോളി ഉണ്ട്. ബ്രക്കോളിയുടെ സീസൺ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് സീസൺ കഴിഞ്ഞപ്പോഴത്തേക്കും ബ്രക്കോളിയൊക്കെ ചെറുതായിട്ടുണ്ട് കേട്ടോ. പിന്നെ സ്ഥിരമായിട്ട് ഏത് ആളുകൾ ഓർഡർ തന്നാലും നമ്മൾ കൊടുക്കുന്ന ചീര, അതിലിപ്പോൾ ഒന്ന് കുറച്ച് ചുവപ്പ് ചീരയുണ്ട്, ബാക്കി കൂടുതലും പച്ചച്ചീരയാണുള്ളത്. നമ്മൾ ഈ പച്ചക്കറികളൊക്കെ കൊടുക്കുമ്പോൾ എല്ലാവരും ഇതുകൊണ്ട് കൊണ്ടേ ചെന്ന് കഴിഞ്ഞാൽ എല്ലാവരും ചുറ്റും നിന്നിട്ട് എനിക്കത് വേണം ഇത് വേണമെന്നൊക്കെ പറയില്ല. അപ്പം ആർക്കും പരാതി ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അതിലെല്ലാം പഴുത്തുണ്ട് കേട്ടോ. നമ്മൾ എന്ത് ചെയ്യും, ഇതൊക്കെ തൂക്കം ഇവിടുന്ന് കറക്റ്റ് സെറ്റാക്കിയിട്ട് പോകും. ഇപ്പം ചെയ്യുന്നത് നമുക്ക് എല്ലാം 1/2 കിലോയുടെ തൂക്കാക്കി വെക്കാം. അപ്പോൾ നമുക്ക് 1 കിലോ വേണ്ടവർക്ക് 2 പാക്കറ്റ് എടുത്താൽ മതിയല്ലോ. വഴുതനായാലും കയ്പായാലും ഒക്കെ നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ചീര പിന്നെ നമ്മൾ 1/2 കിലോയുടെ കെട്ടാക്കിയിട്ട് തന്നെ എപ്പോഴും വെക്കാറുള്ളത്. അതിൽ നമ്മൾ ക്യാബേജ് മാത്രമാണ് ഓരോ പീസ് എത്ര വെയിറ്റാ തൂക്കിയിട്ട് അതിന്റെ റേറ്റ് മാത്രം അതിൽ സെപ്പറേറ്റ് നോട്ട് ചെയ്ത് വെക്കും. ബാക്കിയെല്ലാം നമ്മൾ 1/2 കിലോ ആക്കി വെക്കുമ്പോൾ പെട്ടെന്ന് എല്ലാവരും വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമുള്ളത് 1/2 കിലോ ആണ് പെട്ടെന്ന് എടുത്തു പോവാം. ആ ഒരു രീതിക്കാണ് നമ്മളതൊക്കെ പാക്ക് ചെയ്ത് വെക്കുന്നത്. കെയില് നമ്മൾ ഇതുപോലെ ഒതുക്കി വെച്ചാലോട്ടോ അതിന്റെ ഭംഗി വരിക. കണ്ടില്ലേ, ഇങ്ങനെ കൂടി നിൽക്കുമ്പോൾ നല്ല രസം അത് കാണാനായിട്ട്. ഇങ്ങനെയാണ് നമ്മൾ കെട്ടാക്കുക. ഇതിപ്പോൾ നമുക്ക് ഒരു കെട്ടാക്കാനുള്ളതേ ഉള്ളൂ. 2 ദിവസം മുന്നേ നമ്മൾ കയ്യിൽ കുറച്ച് ഇതുപോലെ നുള്ളിയെടുത്തതാണ്. അപ്പോൾ നമ്മൾ എല്ലാ വീഡിയോയിലും പറയലുണ്ട്, കുറേ ആളുകൾ നമ്മളെ ഫാമിൽ വന്ന് നേരിട്ട് വന്ന് പച്ചക്കറി വാങ്ങിക്കുന്നുണ്ട്. ഇവിടെ അടുത്തുള്ളവരൊക്കെ അങ്ങനെ ചെയ്യുന്നത്. അല്ലാതെ ഒരു 10 കിലോമീറ്ററിന്റെ ഉള്ളിലൊക്കെ ഉള്ളത്, ഇപ്പം നമ്മൾ കൊടുക്കുന്ന സൊസൈറ്റിയൊക്കെ ഒരു 10 കിലോമീറ്ററിന്റെ ഉള്ളിലുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഇതുപോലെ കുറച്ച് കൂടുതൽ ഓർഡർ തരികയാണെങ്കിലൊക്കെ എത്തിച്ചു തരും. കുറച്ചല്ല കേട്ടോ, കുറച്ച് കൂടുതൽ വേണം, എന്നാലും നമുക്ക് എത്തിച്ചു തരാൻ പറ്റുള്ളൂ. അല്ലാത്തവർക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മുടെ ഫാമിൽ വന്നാൽ വരുമ്പോൾ കുറച്ച് രാവിലെ വരിക, അല്ലെങ്കിൽ നമ്മൾ തലേന്ന് വിളിച്ച് പറഞ്ഞാലൊക്കെ നമ്മൾ അവർക്കുള്ള ഓർഡറിലേക്കുള്ള പച്ചക്കറികളൊക്കെ ഇതുപോലെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ പറിച്ചു വെക്കും.